എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് സ്പെഷ്യലാണ് കേട്ടോ. ഇത് 5 സ്പെഷ്യലാണ്. നമ്മുടെ മലബാറുകാർക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഓക്കെ, നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് ഞാൻ ഒരു 1/2 കിലോ അയലയാണ്. അയല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മത്തി മീനാണെങ്കിലും ഈ 2 മീനിലും ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5 ചെറിയ ഉള്ളി. ഇത്രയാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മസാലക്കൂട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും. പിന്നെ ഈ പുളി നമ്മൾ ആദ്യം തന്നെ നമ്മൾ കറിക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അത്ര അളവിൽ വെള്ളം എടുക്കുക. അതായത് ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ പുളി കുതിരാൻ വെച്ചു. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇത് നേരിട്ട് നമ്മുടെ ഉള്ളികളും വഴറ്റിയെടുക്കാനുള്ള സാധനങ്ങൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉലുവയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, ചെറിയ ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇപ്പം നമ്മുടെ കറിവേപ്പില ഇട്ടു. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിന് ശേഷം ബാക്കി സ്ക്രീൻ ചെയ്യും. ഇതിങ്ങനെ മൂപ്പിച്ചിടുമ്പല്ലേ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇങ്ങനെ ഈ ഒരു സ്മെല്ലിങ്ങനെ പടർന്ന് പോകുന്നത്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങനെ അപ്പോഴേ മനസ്സിലാവും മീൻ കറി വയ്ക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇത് നല്ല സ്ട്രോങ് മുളക് പൊടിയാണ്, നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. അത് നമ്മൾ മുളക് പൊടീൻ്റെ ഇരട്ടി ഇട്ട് കൊടുക്കണമെന്നാണ്. ഞാൻ ആ ഇരട്ടിയിൽ അതിലിപ്പോൾ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. ഇനി ഞാൻ ഗ്രേവിയിലാണ് 1 ടീസ്പൂൺ ഇടുന്നത്. ഞാൻ എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പുളിവെള്ളത്തിന് എന്താ ഒരു ചുവപ്പ് കളറെന്നൊക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നുണ്ടെന്ന്. ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫിഷ് ഫ്രൈയുടെ ഒരു റെസിപ്പി ഇട്ടായിരുന്നു. അതിൽ ഞാൻ ആ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ടുണ്ട്. ആ ഒരു കൂട്ട് ഞാൻ ശകലം ഇതിലിടുന്നുണ്ട് കേട്ടോ. അമ്മിയിൽ അരച്ചെടുത്തതായിരുന്നു. അപ്പോൾ അതിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഇത് ഞാൻ ഈ പുളിവെള്ളത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ആ പുളിവെള്ളം ചുമന്നിരിക്കാൻ കാരണം. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് ആ ഒരു കൂട്ട് അരച്ചെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഈ പുളിവെള്ളം ഒന്ന് ഇട്ടിട്ട് കഴുകിയിട്ട് അത് ഇതിലേക്ക് പാരാവുന്നതാണ്. വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു മസാലക്കൂട്ടും കൂടെ ചേർത്തു. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ മസാലക്കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താ ഇതിലേക്ക് നമ്മുടെ മീനൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ആകുമ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഫ്രഷാക്കി വെച്ചിരിക്കുന്ന മീനൊക്കെ കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിൽ കിടന്നിട്ട് ഈ മീനൊക്കെ ഒന്ന് വേവട്ടെ. അതിൽ ഉപ്പും എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആവട്ടെ.
ഇപ്പം ഈ കറി നല്ല തിക്കാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലെ ഉപ്പ്, എരിവ് എല്ലാം നമുക്ക് നോക്കാം. ആവശ്യമാണെങ്കിൽ എന്ത് വെച്ചാൽ മീനിലേക്ക് കുറച്ച് എരിവും ഉപ്പൊക്കെ പിടിക്കുമ്പം കുറച്ച് ഉപ്പൊക്കെ ആവശ്യമായിട്ട് വരും. നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മീനിന് ഒരിക്കലും ചാറ് കുറവായിരിക്കും, ഭയങ്കര തിക്കായി പോയാൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടല മീൻ കറി ഇവിടെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല കേട്ടോ, നല്ല അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ ഇനി നമ്മുടെ മീൻ, നമ്മൾ അധിക സമയമൊന്നും മീൻ വേവിക്കരുത് കേട്ടോ. കുറച്ച് സമയം ഒന്ന് തിളച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ മീനൊക്കെ കൂടെ വെന്ത് അത് മുള്ളുള്ള മീൻകറിയായി പോവും. നമ്മുടെ മീൻകറി ഓഫ് ചെയ്തിട്ടും ഈ ചട്ടിയിലിരുന്ന് ഇങ്ങനെ തിളക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഇത് അടച്ച് വെച്ചു, ഇതൊന്ന് സെറ്റായി കിട്ടാൻ. കണ്ടോ, ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പം ഇതാണ് അവസ്ഥ. നമ്മുടെ മീനൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടല്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതിയാവും. അപ്പോൾ നമ്മുടെ ഇടിവെട്ട് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും, തീർച്ചയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.